Dear students, welcome to this video. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. ഇതിന് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇൻ ദാറ്റ് വീഡിയോ വി ഹാവ് ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് ദ ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ്. അതിൽ നമ്മൾ കണ്ട ഒരു കാറ്റഗറിയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിനെ എക്സാമ്പിളായിട്ട് നമ്മൾ അവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ചെറിയൊരു ഡെഫിനിഷൻ നമ്മൾ കണ്ടിരുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതായത് സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, സോ ഇൻ ദിസ് വീഡിയോ വി വിൽ ഡിസ്കസ് മോർ അബൌട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ടോപ്പിക്. ഏറ്റവും ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ ആണ്. ആസ് യു ക്യാൻ സീ ഹിയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ലെയർ ഹാർഡ്വെയറിനും യൂസറിനും ഇടയിൽ നിൽക്കുന്ന ഒരു ലെയർ ആണ്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് ഇറ്റ്സ് യൂസേഴ്സ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് CPU വരും, റാം വരും, അതായത് മെമ്മറി വരും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ വരും. ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ ഹാർഡ്വെയർസിനും അതുപോലെ തന്നെ നമ്മളെ പോലുള്ള സാധാരണ യൂസേഴ്സിനും, അല്ലെ, ഒന്നിലധികം യൂസേഴ്സ് ഉണ്ടാവാം, ആ യൂസേഴ്സിനും ഇടയിലുള്ള ഒരു ഇന്റർഫേസ് ആയിട്ടാണ്, ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ചെയ്യുന്നത്. അപ്പൊ യൂസേഴ്സിന് എന്തെങ്കിലും ഡാറ്റാസ് നമ്മുടെ സിസ്റ്റത്തിലോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മൂവ്ഡ് ത്രൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ സിസ്റ്റം എന്തെങ്കിലും ഡാറ്റാസ് യൂസേഴ്സിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് എല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് അതർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആൻഡ് അതർ സിസ്റ്റം സോഫ്റ്റ്വെയർസ്. അല്ലെ, മറ്റ് യൂസേഴ്സ് റൺ ചെയ്യുന്ന മറ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനെയും അതുപോലെ തന്നെ അതർ സിസ്റ്റം സോഫ്റ്റ്വെയർസിനെയും, നമ്മുടെ വൈറസ് സ്കാനർ അത്തരത്തിലുള്ള ബാക്കിയുള്ള സോഫ്റ്റ്വെയർസിനെയും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. സോ an operating system is an interface between computer user and computer hardware. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ സോഫ്റ്റ്വെയർ, അല്ലെ, അതും ഒരു ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം തന്നെയാണ്. സോ ഇറ്റ് ഇസ് എ സോഫ്റ്റ്വെയർ വിച്ച് പെർഫോംസ് ഓൾ ദ ബേസിക് ടാസ്ക്, അതായത് സിസ്റ്റത്തിന്റെ എല്ലാ ബേസിക് ടാസ്കുകളും പെർഫോം ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറുകൾ തന്നെയാണ്. ഇനി ഏതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ടാസ്കുകൾ എന്നാണ് പറയുന്നത്? ഫയൽ മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, പ്രോസസ് മാനേജ്മെന്റ്, ഹാൻഡ്ലിംഗ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആൻഡ് കൺട്രോളിംഗ് പെരിഫറൽ ഡിവൈസസ് such as hard drives and printers. ഓക്കെ, ഇനി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫംഗ്ഷൻസിൽ ഡിസ്കസ് ചെയ്യും. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് സിസ്റ്റത്തിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ മൊബൈൽ ഫോൺസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് പറയാനായിട്ട് സാധിക്കും. മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക് ചോദിക്കുമ്പോൾ യു ക്യാൻ ഓൾസോ ഡ്രോ ദിസ് പിക്ചർ. ഇനി പറയാൻ പോകുന്നത് ഫങ്ഷനാലിറ്റീസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓർ വാട്ട് ആർ ദ ബേസിക് ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിലെ ഓരോ ഫങ്ഷനും 1 by 1 ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. മെമ്മറി മാനേജ്മെന്റ്, പ്രോസസർ മാനേജ്മെന്റ്, അതായത് മെമ്മറി മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മെമ്മറിനെ മാനേജ് ചെയ്യുക. അപ്പൊ ഓരോ ടേം കേൾക്കുമ്പോഴും അതുമായിട്ട് അതിന്റെ ആ ഒരു ഡെഫിനിഷനെ നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. മെമ്മറി മാനേജ്മെന്റ്, പ്രോസസർ മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, സെക്യൂരിറ്റി, കൺട്രോൾ ഓവർ സിസ്റ്റം പെർഫോമൻസ്, ജോബ് അക്കൗണ്ടിംഗ്, എറർ ഡിറ്റക്ടിംഗ് എയ്ഡ്സ്, കോർഡിനേഷൻ ബിറ്റ്വീൻ അതർ സോഫ്റ്റ്വെയർ ആൻഡ് യൂസേഴ്സ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതിലത്തെ ഫസ്റ്റ് ഫങ്ഷൻ ആണ് മെമ്മറി മാനേജ്മെന്റ്. സോ നമ്മുടെ സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും 2 ടൈപ്പ് മെമ്മറീസ് ആണുള്ളത്, അല്ലെ, അതായത് പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. മറ്റ് പല ടൈപ്പ് മെമ്മറീസിനെ കുറിച്ച് നമ്മൾ മെമ്മറി ഹൈറാർക്കിയിൽ പഠിച്ചതാണ്. പക്ഷേ ആസ് എ ഹോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് 2 കാറ്റഗറീസ് ഓഫ് മെമ്മറി ആണുള്ളത്. ഇതില് പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറിനെയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെയിൻ ആയിട്ട് മാനേജ് ചെയ്യുന്നത്. സോ മെമ്മറി മാനേജ്മെന്റ് റെഫേഴ്സ് ടു മാനേജ്മെന്റ് ഓഫ് പ്രൈമറി മെമ്മറി ഓർ മെയിൻ മെമ്മറി. അതായത് പ്രൈമറി മെമ്മറിയിലെ
ഏതൊക്കെ ഭാഗങ്ങളാണ് ഫ്രീ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിനെ ആർക്കൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യലാണ് മെമ്മറി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മെയിൻ മെമ്മറിയിൽ നമുക്കറിയാം ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ. ഇതിൽ സ്റ്റോർ ചെയ്യുന്ന ഓരോ ഡാറ്റയ്ക്കും അല്ലെങ്കിൽ ഓരോ ബൈറ്റിനും നമുക്ക് എന്ത് പറയാം, ഓരോ അഡ്രസ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ വീടുകൾക്കും ഓരോ അഡ്രസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കോളേജിൽ നമുക്ക് ഓരോ സ്റ്റുഡന്റിനും ഓരോ സ്റ്റുഡന്റ് ID ഉണ്ട് അല്ലെ, അതാണ് ആ സ്റ്റുഡന്റിന്റെ അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ID വെച്ചിട്ട് ആ സ്റ്റുഡന്റിനെ ഈസിലി നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വീടിന്റെ കാര്യം ഓർത്താൽ മതി, ഒരു അഡ്രസ് ഉണ്ടായിരിക്കും, ആ അഡ്രസ് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് വീടിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഓരോ ബൈറ്റിനും ഓരോ സിംഗിൾ ഡേറ്റയ്ക്കും അതിൻ്റെതായിട്ടുള്ള മെമ്മറി അഡ്രസ് ഉണ്ട്. മെയിൻ മെമ്മറി പ്രൊവൈഡ്സ് a fast storage that can be accessed directly by the CPU. മെമ്മറി ഹൈറാർക്കിയിൽ നോക്കുമ്പോൾ നമുക്കറിയാം മെയിൻ മെമ്മറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫാസ്റ്റർ ദാൻ സെക്കൻഡറി മെമ്മറി. ഇനി നമ്മുടെ സിസ്റ്റത്തിലെ എന്തെങ്കിലും ഡാറ്റ നമ്മൾ സെക്കൻഡറി മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ ഹാർഡ് ഡിസ്ക്, പെൻ ഡ്രൈവ്, അത്തരത്തിലുള്ള സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകൾ. ഈ സെക്കൻഡറി സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റാസിന് ആക്സസ് ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുക്കും. പക്ഷെ നേരെ മറിച്ച് നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് സെക്കൻഡറി മെമ്മറിയിൽ നിന്നും നമ്മൾ മെയിൻ മെമ്മറിയിലേക്ക് എടുത്തു വെച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ മെയിൻ മെമ്മറിയിൽ നിന്നാണ് നമ്മൾ ആ ഡാറ്റ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് കൺസ്യൂംസ് ലെസ് ടൈം. സെക്കൻഡറി മെമ്മറിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് ഫാസ്റ്റർ ആണ്. സോ CPU-ന് ആവശ്യമുള്ള ഡാറ്റാസ് എല്ലാം തന്നെ CPU മെയിൻ മെമ്മറിയിലാണ് കൊണ്ടുവയ്ക്കുക. ഈ മെയിൻ മെമ്മറിയിൽ നിന്നാണ് CPU ഡാറ്റാസിനെ നേരിട്ട് ആക്സസ് ചെയ്യുന്നത്. ഒരിക്കലും സെക്കൻഡറി മെമ്മറിയിൽ ഇരിക്കുന്ന ഡാറ്റാസിന് CPU-ന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്ത് ചെയ്യണം? സെക്കൻഡറി മെമ്മറിയിൽ ഇരിക്കുന്ന ഡാറ്റാസിന് സപ്പോസ് CPU-ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനെ സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യണം. പ്രൈമറി മെമ്മറിയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ CPU-ന് ആ ഡാറ്റയെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Okay, so main memory provides a fast storage that can be accessed directly by the memory. For a program to be executed, ഇനി ഡാറ്റയുടെ കാര്യം മാത്രമല്ല, ഏതൊരു പ്രോഗ്രാമും ആയിക്കോട്ടെ, ഏതൊരു ഇൻസ്ട്രക്ഷനും ആയിക്കോട്ടെ, ഇറ്റ് മസ്റ്റ് ബി ഇൻ ദ മെയിൻ മെമ്മറി. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെമ്മറി മാനേജ്മെന്റിൽ എന്താണ് പെർഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മെയിൻ മെമ്മറിനെ കുറിച്ചാണ്. ഇനി മെമ്മറി മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് ചെയ്യുന്നത് നോക്കൂ. ഇറ്റ് കീപ്സ് ട്രാക്ക് ഓഫ് പ്രൈമറി മെമ്മറി. അതായത് പ്രൈമറി മെമ്മറിയിലെ ഏതൊക്കെ ഭാഗങ്ങൾ, അതായത് ഏതൊക്കെ അഡ്രസ്സുകൾ ആരൊക്കെയാണ്, ഏതൊക്കെ പ്രോസസ്സുകളാണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ പാർട്ടുകളാണ് ഉപയോഗിക്കാതെ ഫ്രീ ആയിട്ടിരിക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ട്രാക്ക് ചെയ്യുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, ഇനി മൾട്ടി പ്രോഗ്രാമിംഗ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് എന്താ പറയാ, ഒരു സിസ്റ്റത്തില് ഒന്നിലധികം പ്രോഗ്രാമുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും അല്ലെ. അതാണ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ആർ എക്സിക്യൂട്ടഡ് ബൈ ദ CPU. അപ്പോൾ ഓരോ പ്രോഗ്രാമിനും അതിനാവശ്യമായിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മെമ്മറി മാനേജ്മെന്റിൽ വരുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അതുപോലെ ഒന്നിലധികം പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് പ്രോഗ്രാമാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, CPU എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അതിനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യും. ഓക്കെ, 5 പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏത് പ്രോഗ്രാം ആദ്യം എക്സിക്യൂട്ട് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഏത് എക്സിക്യൂട്ട് ചെയ്യണം, അത്തരത്തില് പ്രോപ്പറായിട്ട് പ്രോസസ്സുകളെ ഷെഡ്യൂൾ ചെയ്യുന്നതും അതിനനുസരിച്ച് ഓരോ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള മെമ്മറി പ്രൊവൈഡ് ചെയ്യുന്നതും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആണ്. In multi-programming, the operating system decides which process will get a memory, when and how much. ഓരോ പ്രോസസ്സിനും എത്ര മെമ്മറി കിട്ടും,
എപ്പോൾ മെമ്മറി കിട്ടും, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഡിസൈഡ് ചെയ്യണത്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഇത് നോക്കൂ, ഇറ്റ് ഓൾസോ ഡീഅലൊക്കേറ്റ്സ് ദ മെമ്മറി, അല്ലെ? ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, അപ്പൊ എന്ത് ചെയ്യണം, അതിനു വേണ്ടി മാറ്റിവെച്ച മെയിൻ മെമ്മറിയിലത്തെ സ്ഥലം ഫ്രീ ആക്കും കൂടെ വേണം, അല്ലെ? മെയിൻ മെമ്മറിയിൽ ആകെ കൂടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ എല്ലാ സമയവും ഓരോ പ്രോസസ്സിന് ഫുൾ ആയിട്ട് മെമ്മറി അലൊക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമ്മുടെ മെമ്മറിയിൽ സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഓരോ പ്രോസസ്സുകളും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് പോകുന്നതിനനുസരിച്ച് അതിന് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള മെമ്മറി ഫ്രീ ആക്കുകയും കൂടെ വേണം. ഈ മെമ്മറി ഫ്രീ ആക്കുന്ന പ്രോസസ്സിനെയാണ് ഡി അലോക്കേറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഡീഅലൊക്കേറ്റ്സ് ദ മെമ്മറി വെൻ എ പ്രോസസ് നോ ലോങ്ങർ നീഡ്സ് ഇറ്റ് ഓർ ഹാസ് ബീൻ ടെർമിനേറ്റഡ്. ഓക്കെ, അപ്പൊ അതാണ് മെമ്മറി മാനേജ്മെന്റ്. മെമ്മറി മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറി മാനേജ്മെന്റ് ആണ്. പ്രോസസ്സുകൾക്ക്, നമ്മുടെ CPU-ന് എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോസസ്സുകൾക്ക് ആവശ്യമുള്ള അളവിൽ മെമ്മറിനെ അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിനെ ഡീഅലൊക്കേറ്റ് ചെയ്യുക. അതാണ് മെമ്മറി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഫംഗ്ഷൻ ആണ് പ്രോസസ് മാനേജ്മെന്റ്. ഇതിൽ പറയുന്നത് CPU ഒന്നിലധികം പ്രോസസ്സുകളെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതായത് CPU-ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു മൾട്ടി പ്രോഗ്രാമിംഗ്, അതായത് ഒന്നിലധികം പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്, അല്ലെ? പക്ഷെ CPU-ന് ഒരേ സമയം ഒരു ടാസ്ക് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ ഒരേ സമയത്ത് തന്നെ, ഇപ്പൊ എന്റെ സിറ്റുവേഷൻ തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതില് ഒരു റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ എന്റെ മൈക്ക് ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, ഞാൻ ഇതിലൊരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ ഗൂഗിൾ ക്രോം വിൻഡോ അത് വെച്ച് ഞാൻ സെർച്ചിങ് ചെയ്യാം. അപ്പൊ ഒന്നിലധികം കാര്യങ്ങൾ CPU ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ശരിക്കും CPU-ന് അറ്റ് എ ടൈമില് ഒരു പ്രോസസ്സ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ CPU ഇത്രത്തോളം എഫിഷ്യന്റ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. ഓക്കെ, CPU ക്യാൻ പെർഫോം വൺ ടാസ്ക് അറ്റ് വൺ ടൈം. ഒരു സമയത്ത് ഒരു ടാസ്ക് മാത്രമേ CPU-ന് പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇഫ് ദർ ആർ മെനി ടാസ്ക്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈഡ്സ് വിച്ച് ടാസ്ക് ഷുഡ് ഗെറ്റ് ദ CPU. ഒന്നിലധികം ടാസ്കുകൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ടാസ്ക് ആണ് CPU ആദ്യം ചെയ്യേണ്ടത്, ഓക്കെ, അല്ലെങ്കിൽ ഏത് ടാസ്ക് ആണ് ആദ്യം, അതിനുശേഷം ഏതാണ്, ആ ഒരു ഓർഡർ തീരുമാനിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതിന് നമ്മൾ ഷെഡ്യൂളിംഗ് എന്നാണ് പറയുന്നത്. ഷെഡ്യൂൾ ചെയ്യുക, അല്ലെ? ആരാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, എത്ര സമയം എക്സിക്യൂട്ട് ചെയ്യണം, അതിനെയാണ് നമ്മൾ ഷെഡ്യൂളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. An operating system does the following activities for processor management. പ്രോസസ് മാനേജ്മെന്റിൽ എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. It keeps track of processor and status of process. എന്താണ് പ്രോസസ്സർ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താ, നമ്മുടെ CPU തന്നെയാണ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് CPU. അതിനെ നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് പ്രോസസ്സർ എന്നും കൂടെ പറയും. അതായത് പ്രോസസ്സറിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് പ്രോസസ്സറിൽ ഇപ്പോൾ ഏത് പ്രോസസ്സാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, പ്രോസസ്സർ CPU ഇപ്പോൾ ഫ്രീ ആണോ, അല്ലെ? അല്ലെങ്കിൽ CPU ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിന്റെ സ്റ്റേറ്റസ് എന്താണ്? അതായത് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയോ അതോ ഇപ്പോഴും അണ്ടർ എക്സിക്യൂഷൻ തന്നെയാണോ? ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. The program responsible for this task is known as traffic controller. അതായത് ഇത്തരത്തില് നമ്മുടെ CPU-നെ കുറിച്ചും അല്ലെങ്കിൽ CPU എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ കുറിച്ചും എപ്പോഴും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് ട്രാഫിക് കൺട്രോളർ. സോ ട്രാഫിക് കൺട്രോളർ ആണ് നമ്മുടെ CPU-ന്റെ സ്റ്റേറ്റസും CPU-ൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിന്റെ സ്റ്റാറ്റസും എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇറ്റ് അലൊക്കേറ്റ്സ് ദ പ്രോസസ്സർ ടു എ പ്രോസസ്. അതായത് CPU-ന് ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രോസസ്സ് CPU എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഏത് പ്രോസസ് ആണോ അതിന് CPU-നെ പ്രൊവൈഡ് ചെയ്യണം, അല്ലെ? അപ്പൊ പ്രോപ്പറായിട്ട് പ്രോസസ്സുകൾക്ക് അല്ലെങ്കിൽ പല പല ജോബുകൾക്ക് CPU-നെ അതായത് പ്രോസസ്സറിനെ കൊടുക്കുക, അലൊക്കേറ്റ് ചെയ്യുക. അതും നമ്മുടെ പ്രോസസ് മാനേജ്മെന്റിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെർഫോം ചെയ്യുന്ന ഒരു ടാസ്ക് ആണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ ഇനി CPU-ന് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം, ഡി അലൊക്കേറ്റ് എ പ്രോസസ്സർ when a process is no longer required.
ഇവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുള്ളത് പ്രോസസ്സറും പ്രോസസ്സുമാണ്. പ്രോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ടാസ്ക് അല്ലെങ്കിൽ ജോബ്. ഇവിടെ പ്രോസസ്സർ എന്ന് പറയുന്നത് CPU. അപ്പൊ ഏതെങ്കിലും ഒരു പ്രോസസ്സിന് CPU-നെ അല്ലെങ്കിൽ പ്രോസസ്സറിനെ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ പ്രോസസ്സറിനെ അലൊക്കേറ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതുപോലെ തന്നെ ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സിൽ നിന്നും പ്രോസസ്സറിനെ ഡി അലൊക്കേറ്റ് ചെയ്യുന്നതും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. ഈ മെയിൻ കാര്യമാണ് പ്രോസസ് മാനേജ്മെന്റിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ഫംഗ്ഷൻ ആണ് ഡിവൈസ് മാനേജ്മെന്റ്. ഡിവൈസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റമായിട്ട് ഒരുപാട് പെരിഫറൽ ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇൻപുട്ട് ഡിവൈസുകളുണ്ട്, ഔട്ട്പുട്ട് ഡിവൈസുകളുണ്ട്. അതിനെയാണ് ജനറലി നമ്മൾ പെരിഫറൽ ഡിവൈസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെരിഫറൽ ഡിവൈസുകൾ എപ്പോഴും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പെരിഫറൽ ഡിവൈസുകളെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതിനെയാണ് ഡിവൈസ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, an operating system manages device communication via their respective drivers. നമുക്ക് കാണാൻ പറ്റും, അതായത് നമ്മളിപ്പോൾ പുതിയതായിട്ട് ഒരു പെൻ ഡ്രൈവ് കുത്തുമ്പോൾ അല്ലെ, നമ്മുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അതിന് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലെ, യുവർ ഡിവൈസ് ഇസ് ഗെറ്റിംഗ് റെഡി, അല്ലെങ്കിൽ മൗസ് നമ്മുടെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ കുറച്ച് സമയം എടുക്കും. അതെന്തിനു വേണ്ടിയിട്ടാ? ഈ മൗസ് എന്ന് പറയുന്ന ഡിവൈസിന്റെ കറസ്പോണ്ടിങ് ഡ്രൈവർ സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടാണ് ആ ഒരു സമയം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡ്രൈവർ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സിസ്റ്റം പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. ആ ഒരു ഡ്രൈവർ സോഫ്റ്റ്വെയർ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ മൗസ് എന്ന് പറയുന്ന ഡിവൈസ് അല്ലെങ്കിൽ പെൻ ഡ്രൈവ് എന്ന് പറയുന്ന ഡിവൈസ് എങ്ങനെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സോഫ്റ്റ്വെയറുകളാണ് ഈ ഡ്രൈവർ സോഫ്റ്റ്വെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിവൈസ് മാനേജ്മെന്റിലെ മെയിൻ ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇറ്റ് കീപ്സ് ട്രാക്ക് ഓഫ് ഓൾ ഡിവൈസസ്. The program responsible for this task is known as IO controller, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളർ. അതായത് എല്ലാ ഡിവൈസുകളും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുക, അതിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ അതിന്റെ മാനേജിങ് ഉറപ്പുവരുത്തുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളർ എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ നമ്മൾ മറ്റൊരു കൺട്രോളറിനെ പറ്റി പറഞ്ഞിരുന്നു അല്ലെ, ട്രാഫിക് കൺട്രോളർ. ട്രാഫിക് കൺട്രോളർ എന്താ ചെയ്യുന്നത്? പ്രോസസ് മാനേജ്മെന്റ് ആണ്, മാറിപ്പോരുത് കേട്ടോ. ട്രാഫിക് കൺട്രോളർ പ്രോസസ് മാനേജ്മെന്റ് ചെയ്യുന്നു. ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളർ എന്താ ചെയ്യുന്നത്? ഡിവൈസ് മാനേജ്മെന്റ് ചെയ്യുന്നു, എല്ലാ ഡിവൈസുകളെയും ട്രാക്ക് ചെയ്യുക. ഓക്കെ, അത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളർ. ഇനി നോക്കൂ, ഇറ്റ് ഡിസൈഡ്സ് ഹൂ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളർ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈഡ്സ് വിച്ച് പ്രോസസ് ഗെറ്റ്സ് ദ ഡിവൈസ് ആൻഡ് വെൻ ആൻഡ് ഹൗ മച്ച് ടൈം. അതായത് ഇപ്പോൾ ഒന്നിലധികം പ്രോസസ്സുകൾ നമ്മുടെ CPU-ന് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോസസ്സിന് ഇപ്പോൾ 5 പ്രോസസ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഒരു പ്രോസസ്സിന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ ആക്സസ് ചെയ്യണം. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഡിവൈസിനെ അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസിനെ ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഇൻപുട്ട് ഡിവൈസിൽ നിന്നും ഡാറ്റയെ ഈ പ്രോസസ്സിന് ആവശ്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഒരു പ്രോസസ്സിന് ആ ഇൻപുട്ട് ഡിവൈസ് അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. ഇനി ഏതെങ്കിലും ഒരു പ്രോസസ്സിന് ഔട്ട്പുട്ട് ഡിവൈസിന് ആവശ്യമുണ്ട്. അതായത് ആ ഒരു പ്രോസസ്സിന് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ റിസൾട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പാസ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്ത് ചെയ്യേണ്ടത്? ആ ഒരു പ്രോസസ്സിന് ഔട്ട്പുട്ട് ഡിവൈസിന് അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുകയും വേണം, അതിന്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡി അലൊക്കേറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, എപ്പോഴും ഒരു പ്രോസസ്സിന് ഒരു ഡിവൈസിന് പെർമനന്റ് ആയിട്ട് നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് ആവശ്യമുള്ള എമൗണ്ട് ഓഫ് ടൈം, അതായത് പറയുന്നത് ഹൗ മച്ച് ടൈം, എത്ര സമയത്തേക്കാണ് ഓരോ പ്രോസസ്സിനും ഡിവൈസിന് അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, ആ ഒരു ഷെഡ്യൂളിങ്ങും തീരുമാനിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. ഓക്കെ, അപ്പോ ഇറ്റ് അലൊക്കേറ്റ്സ് ആൻഡ് ഡി അലൊക്കേറ്റ്സ് ദ ഡിവൈസസ് ടു ദ പ്രോസസ് ഇൻ ദ മോസ്റ്റ് എഫിഷ്യന്റ് വേ. പ്രോസസ്സുകൾക്ക് ആവശ്യമുള്ള സമയത്ത് ഡിവൈസുകളെ അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ആവശ്യം കഴിഞ്ഞാൽ ആ ഒരു ഡിവൈസിനെ ഡി അലൊക്കേറ്റ് ചെയ്യുക. അതാണ് ഡിവൈസ് മാനേജ്മെന്റിൽ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? മെമ്മറി മാനേജ്മെന്റ് പറഞ്ഞു, പ്രോസസ് മാനേജ്മെന്റ് പറഞ്ഞു, ഡിവൈസ് മാനേജ്മെന്റ് പറഞ്ഞു.
ഞാനൊന്ന് ജനറലൈസ് ചെയ്യാം. മെമ്മറി മാനേജ്മെന്റിൽ എന്താ ചെയ്യുന്നത്? പ്രോസസ്സുകൾക്ക് ആവശ്യമുള്ള സമയത്ത് മെമ്മറീനെ അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുക, ആവശ്യം കഴിഞ്ഞാൽ മെമ്മറീനെ ഡീഅലൊക്കേറ്റ് ചെയ്യുക. ഇനി പ്രോസസ് മാനേജ്മെന്റിൽ എന്താണ്? പ്രോസസ്സുകൾക്ക് ആവശ്യമുള്ള സമയത്ത് പ്രോസസ്സറിനെ, അതായത് CPU-നെ അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുക, ആവശ്യം കഴിഞ്ഞാൽ CPU-നെ ഡീഅലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഡിവൈസ് മാനേജ്മെന്റിൽ എന്താണ്? പ്രോസസ്സുകൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുക, ആവശ്യം കഴിഞ്ഞാൽ ഡിവൈസുകളെ ഡീഅലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് ഡിവൈസ് മാനേജ്മെന്റ്. ഇനി അടുത്ത ടൈപ്പ് ഫംഗ്ഷൻ ആണ് ഫയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കതൊന്ന് നോക്കാം. A file system is normally organized into directories for easy navigation and use. അല്ലെ, നമ്മുടെ സിസ്റ്റത്തില് ഡേറ്റാസിനെ എല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്നത് ഡയറക്ടറീസ് ആയിട്ടാണ്. അല്ലെ, ഇപ്പോ സി ഫോൾഡർ, ഡി ഫോൾഡർ, അതൊക്കെ ഡയറക്ടറീസ് ആണ്. സി ഡയറക്ടറി അല്ലെ. അപ്പോ അതിൻ്റെ ഉള്ളിൽ, ഈ ഡയറക്ടറീസിന്റെ ഉള്ളിലാണ് ഫയൽസിനെ എല്ലാം തന്നെ നമ്മൾ നോർമലി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ദീസ് ഡയറക്ടറീസ് മേ കണ്ടെയ്ൻ ഫയൽസ് ആൻഡ് അതർ ഡയറക്ഷൻസ്. അല്ലെ, ഒരു ഡയറക്ടറിക്കുള്ളിൽ ഫയൽസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മറ്റ് ഡയറക്ടറീസ് ഉണ്ടായിരിക്കും. അല്ലെ, ഇനി an operating system does the following activities for file management. ഇനി ഫയൽ മാനേജ്മെന്റിൽ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത് നോക്കാം. It keeps track of information, location, uses, status, etc. The collective facilities are often known as file system. Okay, it decides who gets the resources, allocates and deallocates the resources. അതായത് റിസോഴ്സുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ റിസോഴ്സുകളാണ്. അതായത് CPU ഒരു റിസോഴ്സാണ്, മെമ്മറി ഒരു റിസോഴ്സാണ്, അതുപോലെ തന്നെ എന്താ പറയുക, ഡിവൈസുകൾ ഒരു റിസോഴ്സുകളാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് റിസോഴ്സുകളെ അലൊക്കേറ്റ് ചെയ്യുക, ഡീഅലൊക്കേറ്റ് ചെയ്യുക, അതുപോലെ ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് ഇപ്പോൾ റിസോഴ്സുകളെ യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്യുന്നതാണ് ഫയൽ മാനേജ്മെന്റിൽ വരുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്? കീപ്സ് ട്രാക്ക് ഓഫ് ഇൻഫർമേഷൻ, നമ്മുടെ സിസ്റ്റത്തിലത്തെ ഡാറ്റാസ്, അതിൻ്റെ സ്റ്റേറ്റസുകൾ, അതായത് ഇപ്പോൾ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയോ ഇല്ലയോ, അതിൻ്റെ സ്റ്റേറ്റസുകൾ, അത്തരത്തിലുള്ള എല്ലാത്തിനെയുമാണ് ഒരുമിച്ച് ഫയൽ സിസ്റ്റം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫയൽ മാനേജ്മെന്റിൽ ഇതെല്ലാം ഉൾപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഫയൽ മാനേജ്മെന്റിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞത്. സോ ഇറ്റ് ഇസ് കളക്റ്റീവ്ലി നോൺ ആസ് ഫയൽ മാനേജ്മെന്റ്. ഇറ്റ് ഇസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഫങ്ഷൻസ്. അതായത് പ്രോസസർ മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്. പിന്നെ മറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെക്യൂരിറ്റി, അല്ലെ, നമ്മുടെ സിസ്റ്റത്തിലെ ഒരുപാട് ഡാറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ എന്തുറപ്പ് വരുത്തണം? നമ്മുടെ സിസ്റ്റം അൺഓതറൈസ്ഡ് ആയിട്ടുള്ള, അതായത് പുറത്തുനിന്ന് ഒരാൾ പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ഫോണിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? യൂസർ നെയിം അല്ലെങ്കിൽ എന്താ പറയുക, ഫിംഗർ പ്രിന്റ്, അത്തരത്തിൽ ഒരുപാട് സെക്യൂരിറ്റി മെക്കാനിസംസ് നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മുടെ അറിവോ സമ്മതമോ ഇല്ലാതെ നമ്മുടെ സിസ്റ്റത്തിലത്തെ ഡാറ്റാസ് ആക്സസ് ചെയ്യാതിരിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പാസ്വേഡോ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റ് ടെക്നിക്കുകളോ യൂസ് ചെയ്യാം. ഇറ്റ് പ്രിവെന്റ്സ് അൺഓതറൈസ്ഡ് ആക്സസ് ടു അവർ പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ. ഇനി മറ്റൊരു ഫംഗ്ഷനാണ് കൺട്രോൾ ഓവർ സിസ്റ്റം പെർഫോമൻസ്. നോക്കൂ, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോൾ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നോ അപ്പോൾ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള റെസ്പോൺസ് കിട്ടണം, അല്ലെ? അപ്പോൾ ആ ഒരു ഡിലേ, നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റും നമുക്ക് കിട്ടുന്ന റെസ്പോൺസിനും ഇടയിലുള്ള ടൈം കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ആ ഒരു റെസ്പോൺസ് ടൈം കുറയ്ക്കുക, അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടാനെടുക്കുന്ന സമയത്തിലത്തെ ഡിലേ ഒഴിവാക്കാനൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. റെക്കോർഡിംഗ് ഡിലേസ് ബിറ്റ്വീൻ റിക്വസ്റ്റ് ഫോർ എ സർവീസ് ആൻഡ് റെസ്പോൺസ് ഫ്രം ദ സിസ്റ്റം. അതാണ് സിസ്റ്റം പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത നോക്കൂ, ജോബ് അക്കൗണ്ടിങ്
കീപ്പിംഗ് ട്രാക്ക് ഓഫ് ടൈം ആൻഡ് റിസോഴ്സസ് യൂസ്ഡ് ബൈ വേരിയസ് ജോബ്സ് ആൻഡ് യൂസേഴ്സ്. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ജോബുകൾ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനെ ഹാൻഡിൽ ചെയ്യുന്ന യൂസേഴ്സ് ഏതൊക്കെ റിസോഴ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്, എത്ര സമയം ഉപയോഗിക്കുന്നുണ്ട്, അതെല്ലാം ട്രാക്ക് ചെയ്യുക. അതാണ് ജോബ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതുപോലെ തന്നെ നോക്കൂ, എറർ ഡിറ്റക്ടിങ് എയ്ഡ്സ് എന്ന് വെച്ചെങ്കിൽ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ഡംപ്സ്, ട്രേസസ്, എറർ മെസ്സേജസ് ആൻഡ് അതർ ഡീബഗ്ഗിംഗ് ആൻഡ് എറർ ഡിറ്റക്ടിങ് എയ്ഡ്സ്. ഡീബഗ്ഗിംഗ് എന്ന് വെച്ചാൽ എന്താ? പ്രോഗ്രാമിൽ വരുന്ന തെറ്റുകൾ അല്ലെ. അപ്പൊ അത്തരത്തില് എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എറർ മെസ്സേജുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യുന്നതാണ് എറർ ഡിറ്റക്ടിങ് എയ്ഡ്സ്. അതും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ആൻഡ് ദ ലാസ്റ്റ് ഫംഗ്ഷൻ ഇസ് കോർഡിനേഷൻ ബിറ്റ്വീൻ അതർ സോഫ്റ്റ്വെയർ ആൻഡ് യൂസേഴ്സ് അല്ലെ. മറ്റ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, നമ്മൾ പറഞ്ഞു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. ഇതിനെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറും കൂടിയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ, അതിന്റെ ഒരു ഫിഗർ, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. മെമ്മറി മാനേജ്മെന്റ്, പ്രോസസ് മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ആൻഡ് ഓൾസോ വി ഡിസ്കസ്ഡ് സം അതർ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. താങ്ക് യു.